സ്വാഗതം. ഇന്ന് തോമസ് ഊട്ടി ബ്രദറിൻ്റെ ഒരു മനോഹരമായ സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ഒന്നും ചിന്തിക്കാതെ വല്ലതൊക്കെ വിളിച്ചു പറയും. കർത്താവിനാസ തങ്കു ബ്രദർ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. ദ്രവത്വം ഉണ്ടാക്കുന്ന ഒരു വാക്കും നമ്മുടെ വായിൽ നിന്ന് വരരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ നാവിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. എൻ്റെ നാവ് കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുന്ന അധികാരം എൻ്റെ നാവുകൾക്ക് കർത്താവ് തന്നിരിക്കുക. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഞാൻ പറയുന്ന വാക്കുകൾക്ക് വളരെ വിലയാണ് ഉള്ളത്. സ്വർഗം കൽപ്പിക്കുന്ന വളരെ വിലയാണ്. നമ്മൾ മനോഹരമായ ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ആ നാവിൻ്റെ ആ പ്രാധാന്യം, വാക്കുകളുടെ ആ വില ഒന്ന് മനസ്സിലാകുവാൻ കർത്താവ് എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഉടനെ വായിൽ നിന്ന് അയ്യോ അല്ലെങ്കിൽ ആരെങ്കിലും പരാതി പരിഭവമൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ അതൊന്ന് നിർത്തിയിട്ട് കർത്താവ് തന്ന അധികാരം, പ്രശ്നത്തിന് മുമ്പിൽ കരയാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അധികാരത്തോടെ കൽപ്പിക്കാനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്നാണ് കർത്താവായ യേശു പറഞ്ഞത്. അതുകൊണ്ട് ഇതെന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, വെറുതെ അതും വിളിച്ചു പറയാതെ ഒരു പ്രശ്നം വരുമ്പോൾ യേശുവിൻ്റെ അടിപ്പിണരുകൾ ആ സൗഖ്യം വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയം മാറിപ്പോകട്ടെ, എൻ്റെ ഭവനത്തിൽ അനുഗ്രഹം വരട്ടെ, എൻ്റെ ഭവനത്തിൽ നന്മ വരട്ടെ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദേശത്തെ അനുഗ്രഹിക്കേണ്ട നാവുകളാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും. നാട്ടുകാർ പറയുന്ന കൂടെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല നമുക്ക് നാവ് തന്നത്. നാട്ടുകാരെ ഞാൻ മോശമാക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, വസ്തുതാപരമായി അങ്ങനെ സംസാരിക്കാൻ ഒക്കത്തുള്ളൂ. കാരണം മനുഷ്യബുദ്ധി ഇവിടെ നടന്ന കാര്യങ്ങളുടെ ഒരു ഡേറ്റാ സംഭരണശാലയാണ്, ഒരു കമ്പ്യൂട്ടർ മെമ്മറിയാണ് നമ്മുടെ തല. നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും സാധ്യതകൾ മാത്രമേ ഇതിന് ചിന്തിക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിൽ വേറൊരു ഭാഗം തുറന്നു കിട്ടി, അത് ഹൃദയമാണ്. ഈ ഹൃദയം കണക്ട് ചെയ്തിരിക്കുന്നത് തലയുമായിട്ടല്ല, ഈ ഹൃദയം കണക്ട് ചെയ്തിരിക്കുന്നത് അതിലും വലിയൊരു ഡേറ്റാ ബാങ്കുമായിട്ടാണ്. അത് ഉയരത്തിലുള്ള ദൈവത്തിൻ്റെ കഴിവുകളുമായിട്ടാണ്. അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഈ തിരുവചനത്തിലാണ്. ഈ വചനത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ ബുദ്ധിക്ക് വിശ്വസിക്കാനൊക്കില്ല. കാരണം എൻ്റെ ബുദ്ധി അതിൻ്റെ അനുഭവത്തിൽ കണ്ടതും കേട്ടതും മാത്രമേ എടുക്കുകയുള്ളൂ. എന്നാൽ എൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ദൈവമക്കൾ മുമ്പോട്ട് വന്നപ്പോൾ ചെങ്കടൽ രണ്ടായെന്നും കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ്റെ നടുവിലൂടെ ഞാൻ വഴിയൊരുക്കുമെന്നും കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും എനിക്ക് ശബ്ദമുണ്ടെന്നും ദൈവമക്കൾ യോർദാൻ്റെ മുമ്പിൽ വന്നപ്പോൾ നദി രണ്ടായി പിരിഞ്ഞു പോയെന്നും അലറി വിളിക്കുന്ന വിശന്നിരിക്കുന്ന സിംഹങ്ങളുടെ ആ കുഴിയിലേക്ക് കർത്താവിൽ വിശ്വസിക്കുന്നവരെ ഇട്ടപ്പോൾ സിംഹത്തിൻ്റെ വായ അടഞ്ഞു പോയെന്നും വർദ്ധിപ്പിച്ച തീക്കകത്തേക്ക് വിശ്വസിക്കുന്ന ബാലന്മാരെ ഇട്ടപ്പോൾ തീയുടെ ബലം കെട്ടുപോയെന്നും മരിച്ചവർ ഉയർത്തെന്നും അടച്ചിട്ടിരിക്കുന്ന ജയിൽ മുറിക്കകത്ത് നിന്ന് അത്ഭുതകരമായി പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നു ആരാധിച്ച ദൈവമക്കൾക്കായി കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകിയെന്നും എന്ന് വേണ്ട അത്ഭുതങ്ങളുടെ മാത്രം ഒരു റെക്കോർഡ് ബുക്കാണ്
ഞാനും നിങ്ങളും ദിവസവും വഹിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളുടെ മാത്രം. ഈ റെക്കോർഡ് ബുക്കിൻ്റെ, ഈ തിരുവചനത്തിൻ്റെ, ബൈബിളിൻ്റെ കേന്ദ്ര വിഷയം അത്ഭുതവാനായ കർത്താവാണ്. അവൻ അത്ഭുത മന്ത്രി എന്ന പേരാണ്. അവൻ്റെ ജനനം അത്ഭുതമാണ്. പുരുഷ സമ്പർക്കം കൂടാതെ ഒരു കന്യകയിൽ നിന്ന് അവൻ ഈ ഭൂമിയിൽ സ്വയംഭൂവായി വന്നു. മാത്രമല്ല, എല്ലാവരും മരണത്തിന് കീഴടങ്ങി കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ മൂന്നാം നാൾ കല്ലറയെ എന്നേക്കുമായി പരാജയപ്പെടുത്തിക്കൊണ്ട്, മരണത്തിന് ഇനി മാനവജാതിയുടെ മേൽ ജയമില്ല എന്ന മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, മരണത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും, വിശ്വസിക്കുന്നവരുടെ കൈയാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകളിൽ അവർ സംസാരിക്കും, മരണകരമായത് കുടിച്ചാൽ പോലും അവർക്ക് ഹാനി വരികയില്ല, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന നിലയിലുള്ള ഒരു അത്ഭുത ജനതതിയെ തന്നിൽ വിശ്വസിക്കുന്ന കൂട്ടമായി അവൻ എഴുന്നേൽപ്പിച്ചു. കർത്താവിൻ്റെ നാമം പറയുന്ന കുറെ ഭക്തജന സമൂഹത്തെ അല്ല കർത്താവ് ഉളവാക്കിയത്. ശക്തിയുള്ള വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടത്തെ, തന്നിൽ വിശ്വസിക്കുന്ന മക്കളെ തൻ്റെ നാമത്തിൽ കർത്താവ് ഉളവാക്കി. അവൻ മരിച്ചവളിൽ നിന്ന് ഉയർത്ത് തൻ്റെ ജനത്തെ ശക്തീകരിക്കുക മാത്രമല്ല, അവൻ ഉയരത്തിലേക്ക് കയറേറി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. ഇപ്പോൾ താൻ ഇവിടെ ഇരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളിവിടെ പറയുന്ന ഓരോ വാക്കുകളും നിറവേറ്റുവാൻ. ഞാനിവിടെ ഒരു കാര്യം ദൈവവചനത്തിൽ അധിഷ്ഠിതമായി പറയുമ്പോൾ അതിനെ ഉവ്വ് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിവർത്തിക്കുവാനായി ഇന്നവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ വായിലെ വാക്കുകൾ വളരെ പ്രധാനമാണ്. അടുത്തിരിക്കുന്നതോട് പറഞ്ഞാട്ടെ, ഇന്ന് ഭൂമിയിലുള്ളത് ശരീരത്തിലുള്ള ദൈവവചനമല്ല, നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനമാണ്. ഗലീലയിൽ സഞ്ചരിച്ച ദൈവവചനത്തിന് ഇന്ന് സഞ്ചരിക്കണമെങ്കിൽ നിന്റെ നാവ് ആവശ്യമാണ്. ആമേൻ. ഗലീലയിൽ കല്ലറകളെ തുറന്നവന്റെ ആ കാലുകൾ ഇവിടെ ചലിക്കണമെങ്കിൽ ഇന്ന് നിന്റെയും എന്റെയും നാവ് ആവശ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും വായിലെ വാക്കുകൾ കൂടാതെ ദൈവവചനത്തിൽ നിന്ന് ഇവിടെ സഞ്ചരിക്കാൻ ഒക്കില്ല. പുസ്തകത്തിലുള്ള ദൈവവചനത്തെ നമുക്കറിയാം, അതാണ് ബൈബിൾ. ജഡത്തിൽ വന്ന ദൈവവചനത്തെ നമുക്കറിയാം, അതാണ് യേശു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് ജഡമല്ല, പുസ്തകമല്ല, പുസ്തകത്താളല്ല, അതൊരു വ്യക്തിയാണ്. അവൻ നിത്യനാണ്. അവൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും വരുവാനുള്ളവനും സകലത്തെയും നിർമ്മിച്ചവനുമായ ദൈവമാണ്, ദൈവപുത്രനാണ്. അവനാണ് ദൈവവചനം. അവനാണ് ദൈവവചനം എന്ന പേർ. ദൈവവചനം എന്നത് അക്ഷരങ്ങളല്ല, ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ജഡമായി നമ്മുടെ മധ്യത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ആ വചനമായവൻ നമ്മുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. അതേ വചനം നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കുകയാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എൻ്റെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ബീജം ദൈവവചനമാണ്. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞാട്ട്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അപ്പൻ്റെ ബീജം ദൈവവചനമാണ്. അത് ജീവിപ്പിക്കുന്നതാണ്, അത് ജീവൻ പകരുന്നതാണ്, അത് തകർന്നതിനെ ഉയർത്തുന്നതാണ്, അത് മരിച്ചതിനെ ജീവിപ്പിക്കുന്നതാണ്, അത് തളർന്നതിനെ ശക്തീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവവചനത്തിന്റെ കൂടെ 5 മിനിറ്റ് ചെലവഴിച്ചാൽ തകർന്ന വ്യക്തി ബലപ്പെടും. അങ്ങനെയുള്ള ഒരു ദൈവവചനത്തിന്റെ കൂടെ 2 മിനിറ്റ് സംസാരിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ വ്യക്തി ജീവനിലേക്ക് വരുവാൻ ആഗ്രഹിക്കും. കാരണം ജീവന്റെ വചനമാണ് അവൻ എൻ്റെ നിങ്ങളുടെ ഉള്ളങ്ങളിൽ നൽകി തന്നിരിക്കും. ആ വചനം ലോകത്തിന് ആശ്വാസമാണ്. ആ വചനം ലോകത്തിന് പ്രത്യാശയാണ്. ആ വചനമാണ് നമ്മുടെ നാവിൽ കർത്താവ് തന്നിരിക്കും. ഞാൻ എൻ്റെ വലിപ്പം പറയല്ല. ഇന്നലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളത്തിൽ സംസാരിച്ചു. നീയും എല്ലാവരോടും ചേർന്ന് അവിടെ ഇരുട്ട് വരാൻ പോകുന്നു, ഇവിടെ വരൾച്ച വരാൻ പോകുന്നു, ഇവിടെ എല്ലാം കുഴപ്പമാകാൻ പോകുന്നു എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നീയും ഇരിക്കരുത്. നിന്റെ നാവിൽ കൂടെ വേണം ദൈവവചനത്തിന് ലോകത്തിൽ സഞ്ചരിക്കും. 1-2 പേരോട് പറഞ്ഞാട്ടെ, ഈ ലോകത്തിൽ 2000 വർഷം മുമ്പ് ദൈവവചനത്തിന് സഞ്ചരിക്കാൻ ഒരു മനുഷ്യ ജഡം ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഒരു ദിവ്യ ജഡത്തിൽ കർത്താവ് ഇവിടെ അവതരിച്ചു. പാപം ചെയ്തില്ല, അവനൊരു ശരീരം ആവശ്യമായിരുന്നു. ഇന്ന് ദൈവവചനത്തിന് സഞ്ചരിക്കാൻ നിന്റെ നാവ് ആവശ്യമാണ്. നിന്റെ വീട്ടിൽ ദൈവവചനത്തിന് സംസാരിപ്പാൻ നിന്റെ നാവ് ആവശ്യമാണ്. നിന്റെ ഓഫീസിൽ സഞ്ചരിപ്പാൻ ദൈവവചനത്തിന് നിന്റെ നാവ് ആവശ്യമാണ്. നിന്നിൽ കൂടെ മാത്രമേ ദൈവവചനത്തിൽ നിന്ന് ഇവിടെ സഞ്ചരിക്കാനൊക്കെ ഉള്ളൂ.
അന്ന് ഗലീലയിലും യഹൂദിയിലും സഞ്ചരിച്ചവൻ ഇന്ന് കോട്ടയത്തും കൊച്ചിയിലും ആലപ്പുഴയിലും മാത്രമല്ല ഡൽഹിയിലും ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും എന്ന് വേണ്ട റഷ്യയിലും മോസ്കോയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കൻ കൺട്രീസിലും സഞ്ചരിക്കും തൻ്റെ മക്കളുടെ നാവിലൂടെ. അതെവിടെയൊക്കെ സംസാരിക്കപ്പെടുന്നു അവിടെ എല്ലാം അവിടുത്തെ ശക്തി ഇറങ്ങി വരും. സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. സാഹചര്യങ്ങളാൽ മാറ്റിമറിക്കപ്പെടുന്ന വ്യക്തിയല്ല, മറിച്ച് സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന വ്യക്തിയായി അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തിയാണ്. നിന്നിലുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിനക്ക് കർത്താവ് അധികാരം തന്നിരിക്കുകയാണ്. പിശാചിനോട് നീ എതിർത്ത് നിന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. നിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു ശക്തിക്കുമൊക്കില്ല. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലിക്കത്തില്ല. അഗ്നിയിൽ കൂടെ കടന്നുപോയേക്കാം, പക്ഷെ അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. വെള്ളത്തിൽ കൂടെ കടന്നുപോയേക്കാം, അത് നിന്നെ മുക്കിക്കളയത്തില്ല. കാരണം നിന്നിലുള്ളവൻ ജയാളി അത്രേ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനാൽ അവൻ നമ്മളെ അത്ഭുത വ്യക്തികളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി അത്ഭുത വ്യക്തികളെ തിരക്കി നടക്കുന്നവരല്ല നമ്മൾ, അത്ഭുത സ്ഥലങ്ങളെ നോക്കി നടക്കുന്നവരല്ല നമ്മൾ. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, അത്ഭുത വ്യക്തികളെ തിരക്കി നടക്കുന്നവരല്ല നമ്മൾ, അത്ഭുത സ്ഥലങ്ങൾ നോക്കി പോകുന്നവരല്ല നമ്മൾ. അത്ഭുതവാനായ കർത്താവ്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം നിന്റെ ഉള്ളത്തിൽ വന്നിരിക്കാൻ. നിന്റെ പിതാവിൻ്റെ കാലത്തും പിതാവിൻ്റെ പിതാവിൻ്റെ കാലത്തും ശാപം പിടിച്ച വീടായിരുന്നു. നിന്റെ പിതാവും പിതാവിൻ്റെ പിതാവും ഒക്കെ ആ സ്ഥലം വിട്ട് മാറുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നിന്റെ കാലം വന്നിരിക്കുന്നു. ഇപ്പോൾ അതാ നിന്റെ ഉള്ളിൽ ഒരു അത്ഭുതമാൻ വന്ന് പിറന്നത് കൊണ്ട് ആ വീട് വിട്ട് നീ ഓടണ്ട. വീട്ടിൽ എന്തൊക്കെ നിന്നെ തകർത്തോണ്ടിരുന്നോ അത് നിന്നെ വിട്ട് ഓടിപ്പോകും. സൂര്യൻ ഉദിക്കുമ്പോൾ എങ്ങനെ ഇരുട്ട് മാറിപ്പോകുന്നു, ദൈവത്തിന്റെ മക്കളെ, യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ് എൻ്റെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ബൈബിളിലെ കുറെ വാക്യങ്ങൾ ഹൃദയസ്ഥമാക്കി പോകുന്നവരല്ല നമ്മൾ. യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ് എൻ്റെ ഉള്ളിൽ ഉദിച്ചിരിക്കുന്നു. ആ വചനം നമ്മൾ എവിടെ വായിക്കുന്നു? 2 കൊരിന്ത്യർ 4-ാമധ്യായം 6 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ശ്രദ്ധിക്കുക, ഒരു നല്ല കാര്യം എഴുതിയിട്ട് അടുത്തത് ദൈവവചനത്തിൽ ബൈബിൾ ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. പക്ഷെ അടുത്ത വാക്യം ഒരു മനപ്രയാസത്തിൻ്റെ വാക്യമാണ്. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങളുടെ മനപ്രയാസങ്ങൾ കഥയുടെ അന്ത്യമല്ല. ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. പ്രൈസ് ദ ലോർഡ്. അത് പിന്നെയും തുടരുകയാണ്. അതേ പൈശാചിക ശക്തികൾ ലോകത്തേക്ക് വീണപ്പോഴാണ് ഇവിടെ ഇരുളായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. സാത്താൻ്റെ വീഴ്ചയിൽ ഭൂമി എന്തായി തീർന്നു? ഇരുളായി മാറി. ദൈവദൂതന്മാർ, ദൈവത്തോട് മറുതലിച്ച ദൂതന്മാർ ദൈവസന്നിധി വിട്ട് ഭൂമിയിലേക്ക് അവർ വീണപ്പോൾ ഭൂമി ഇരുട്ടായി മാറി. നമ്മൾ ഇന്നും അതാണ് കാണുന്നത്. പൈശാചിക ശക്തികൾ ഒരു വീടിൽ കയറിയാൽ അത് ശൂന്യമാവുകയാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ കള്ളൻ വരുന്നത്. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളുടെ കാരണം ഇന്നയാളാണ്, എൻ്റെ അയൽവാസിയാണ്, എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, അവരാണ്, ഇവരാണ്. എൻ്റെ വീടും ഒരു ശാപകൂമ്പാരമായി തകർന്നപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ പിതാവിനെയും പിതാക്കന്മാരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കി പറയുന്നു, മനുഷ്യൻ്റെ ശത്രു മനുഷ്യനല്ല. ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ഒരു ശത്രുവും നമുക്കില്ല. പലരുടെ ഹൃദയങ്ങളിൽ പലരോടുള്ള കയ്പും വേദനയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുമ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഉള്ളിലും ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണെന്നിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ ഏറ്റവും അധികം ധ്യാനിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ കൈ ഉയർത്തിയിട്ട് യേശുവിനെ എന്ന് പറയും. അത് വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ യേശുവിനെ അല്ലായിരുന്നു ധ്യാനിച്ചത്. നമ്മളെ ഉപദ്രവിച്ച, നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയുടെ മുഖമായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം തെളിഞ്ഞു വന്നത്. ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ പലപ്പോഴും വാഴുന്നത് നമ്മുടെ പ്രതിസന്ധികളാണ്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും വാഴുന്നത് നമ്മളെ ഉപദ്രവിച്ച വ്യക്തികളാണ്. നമ്മുടെ ഉള്ളിൽ തെളിയുന്ന രൂപം നമ്മൾ ഭയപ്പെടുന്ന, നമ്മൾ വെറുക്കുന്ന, നമ്മളെ വെറുത്ത, നമ്മളെ ഉപദ്രവിച്ച, നന്മ മാത്രം നമ്മൾ ചെയ്തിട്ടും തിന്മ മാത്രം ഇങ്ങോട്ട് ചെയ്തവർ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ അകത്തുള്ളൊരു വെളിച്ചത്തെ നമ്മൾ തന്നെ കാർമേഘമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. അടുത്ത വാക്ക് നമ്മൾ വായിക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 1-2 പേരോട് പറഞ്ഞ വചനം ആദ്യം മുതലേ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് വന്നപ്പോൾ ലോകത്തിൽ എല്ലാവരുടെയും കൂടെ ഇരുട്ടാണ്. ഈ ഇരുട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്.
അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പഠിച്ചപ്പോൾ ഈ ഇരുട്ട് കട്ടികൂടാൻ സാധ്യതയുണ്ട്. അതെ, അതൊന്നും വസ്തുതാ വിരുദ്ധമാണെന്ന് പറയാനൊക്കില്ല, ശാസ്ത്രീയമാണ്. എന്നാൽ അതിനപ്പുറത്ത് ഞാൻ മുമ്പ് പറയട്ടെ, ലോകത്തിൻ്റെ ഡേറ്റയിൽ നിന്നല്ലാത്ത ഒരു ദൈവത്തിൻ്റെ ഡേറ്റ ഉണ്ട്. അസാധ്യതകളെ നോക്കി സാധ്യമെന്ന് വിളിച്ചു പറയുന്നൊരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇരുട്ടിനെ നോക്കി വെളിച്ചമെന്ന് വിളിച്ചു പറയുന്നൊരു കർത്താവ് നമ്മുടെ ഉള്ളത്തിലുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്താ അവിടെ വായിക്കുന്നത്? ദൈവം എന്ത് പറഞ്ഞു? വെളിച്ചം ഉണ്ടാകട്ടെ. ആ ദൈവത്തെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം. ഇരുട്ടിനെ നോക്കി ദൈവം എന്ത് പറഞ്ഞു? വെളിച്ചം പ്രകാശിക്കണം. ആ ദൈവം നിന്റെ അകത്തുണ്ടെന്നാണ് ഈ വേദഭാഗത്തിന്റെ അർത്ഥം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അതേ ദൈവം എവിടെ വന്നിരിക്കുന്നു? നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന, അടുത്തിരിക്കുന്ന ആൾ വന്നിട്ട് ദൈവത്തെ നോക്കി ഓടിയത് മതി. ദൈവം കോട്ടയത്തല്ല, നാട്ടകത്തല്ല, നാഗമ്പടത്തുമല്ല. ദൈവം എവിടെയാണെന്നറിയാമോ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു മുഖാന്തരം നിന്റെയും എൻ്റെ ഉള്ളിലും അവൻ വാസം ചെയ്യുകയാണ്. ഇനി ആ ക്രിസ്തുവിനെ ഉപയോഗിക്കാൻ പഠിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു ദൈവദാസൻ്റെയും കയ്യിലല്ല. ഇവിടെ ഒരു നിങ്ങൾ സ്വർഗീയ വിരുന്നിൽ വന്നാൽ ഇവിടെ വീരന്മാരായ ആരെയും നിങ്ങൾ കാണില്ല. ഇവിടെ പ്രത്യേകതയുള്ളവരായിട്ട് ആരുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെയുള്ളൂ. ഇവിടെയുള്ളവർ മാത്രമല്ല, ലോകമെങ്ങും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല വിശ്വാസികളും ഒരുപോലെ മാത്രമേ ഉള്ളൂ. സകല മനുഷ്യരും ഒരുപോലെയുള്ളൂ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ അത്ഭുത വ്യക്തികളായി മാറുകയാണ്. അതാണ് അവിടെ വായിക്കുന്നത്. ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം. യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, 4:13 വായിക്കുമ്പോൾ, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഈ കർത്താവുമായി നമ്മൾ ബന്ധപ്പെടുന്നത് വിശ്വാസത്താലാ. ഉറക്കെ പറഞ്ഞാട്ട്. ഞാൻ അറിഞ്ഞു, അത് ഞാൻ പറഞ്ഞു, നല്ല എഴുതിയിരിക്കുന്നു. ഞാൻ പഠിച്ചു, അത് ഞാൻ പറഞ്ഞു, നല്ല എഴുതിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കുക. പിന്നെന്താണ്? ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞത് അറിഞ്ഞത് പറഞ്ഞു, നല്ല പറഞ്ഞത്. പഠിച്ചത് പറഞ്ഞു, നല്ല പറഞ്ഞത്. കേട്ടത് പറഞ്ഞു, നല്ല പറഞ്ഞത്. റിസർച്ച് ചെയ്ത് പറഞ്ഞു, നല്ല പറഞ്ഞത്. പിന്നെ ഞാൻ വിശ്വസിച്ചു, അത് ഞാൻ സംസാരിച്ചു. നല്ല സന്ദേശമാണ് നമ്മൾ കേട്ടത്. ഞാൻ ആരാണ് എന്ന് എന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ എൻ്റെ വാക്കുകൾ അതിന് വിലയുണ്ട്. എൻ്റെ വാക്കുകൾ വിലപ്പെട്ടതാണ് എന്നൊന്ന് മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ചു. നമ്മൾ കേട്ടു, ഏലിയാവിനെ കുറിച്ച് കേട്ടു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. പലപ്പോഴും ഏലിയാവിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു വലിയ അതിവിശുദ്ധനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് എൻ്റെ ഉള്ളിൽ വരുന്നത്. എന്നാൽ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, നമ്മളെപ്പോലെ വികാര വിചാരങ്ങളുള്ള ഒരു സാധാരണ മനുഷ്യൻ. ആ ഏലിയാവ് കൽപ്പിച്ചപ്പോൾ 3 വർഷവും 6 മാസവും മഴ പെയ്യാതെ നിന്നു. വീണ്ടും താൻ പറഞ്ഞപ്പോൾ മഴ പെയ്തു. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അതുപോലെയുള്ള അത്ഭുതങ്ങൾ നടക്കും. അതുപോലെയുള്ള വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കർത്താവ് നമ്മുടെ നാവിന് അധികാരം തന്നിരിക്കുക. നമുക്കറിയാം, ഒരിക്കൽ കർത്താവായ യേശു 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ അയക്കുമ്പോൾ പ്രശ്നങ്ങളുടെ മധ്യത്തിലേക്കാണ് കർത്താവ് അവരെ അയക്കുന്നത്. എന്നാൽ അവരുടെ കയ്യിൽ കർത്താവ് ഒരു ആയുധവും കൊടുക്കുന്നില്ല. അവരുടെ കയ്യിൽ ഒരു അഡ്രസ്സും കൊടുക്കുന്നില്ല. ഈ ശിഷ്യന്മാർ ഈ പ്രതികൂലം നിറഞ്ഞ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് അവർ വന്ന് കർത്താവിനോട് സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ്, നിൻ്റെ നാമം പറഞ്ഞപ്പോൾ ഭൂതങ്ങളും കൂടെ ഞങ്ങൾക്ക് കീഴടങ്ങി. യേശുവിൻ്റെ നാമം അവരുടെ നാവിൽ നിന്ന് അവർ പറഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം യേശു എന്ന നാമം നമ്മുടെ നാവിൽ ലഭിച്ചതാണ്.
ഈ നാമത്തിൻ്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങും. അതുകൊണ്ട് ഇനിയും പ്രശ്നം വരുമ്പോൾ അതിന് മുമ്പിൽ നിലവിളിക്കാതെ, പരാതിയും പരിഭവവും പറയാതെ, അത് പ്രശ്നമുണ്ടാക്കിയത് ആരെങ്കിലും വ്യക്തിയാണെന്ന് പറഞ്ഞ് അവരോട് കയ്പും പകയും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കാതെ കർത്താവ് തന്ന അധികാരമെടുത്ത് ഉപയോഗിക്കുക. അത്ഭുതകരമായ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ ഏലിയാവ് കൽപ്പിച്ചപ്പോൾ അത് സംഭവിച്ചെങ്കിൽ നമ്മൾ പറഞ്ഞാലും അതുപോലെ തന്നെ സംഭവിക്കും. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ രോഗബന്ധനം അഴിയട്ടെ, രോഗാത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോയ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണം. ഭവനത്തിൽ സാമ്പത്തികമായ സമൃദ്ധി വരട്ടെ എന്ന് കൽപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് തന്ന ആ അധികാരം ഞങ്ങൾ എടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവരുടെ സമാധാനവും അവരുടെ സന്തോഷവും അവരുടെ ആരോഗ്യവും അവരുടെ അനുഗ്രഹവും തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്ന ദുഷ്ടപിശാചിനോട് അവരുടെ ജീവിതത്തിൽ നിന്ന് കരമെടുത്ത് മാറ്റുവാൻ കൽപ്പിക്കുന്നു. ഇവിടെ ഭവനത്തിൽ കർത്താവിൻ്റെ ആ വാഗ്ദാനം പോലെ സമൃദ്ധിയുടെ അനുഭവം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തികമായ നന്മ ഇവിടെ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. ഭവനത്തിലെ എല്ലാ തകർച്ചകളും മാറട്ടെ. എല്ലാ ശാപങ്ങളും ഇവരെ വിട്ടുപോകട്ടെ. അപ്പോൾ തന്നെ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ കുറവുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെടട്ടെ. ബ്ലഡിലെ കൗണ്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമലാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ കരം തൊടുന്നതിനായി സ്തോത്രം. മരണഭയങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഞങ്ങളുടെ കരം തൊട്ട് വിടുവിച്ചിരിക്കുകയാൽ നന്ദി, സൗഖ്യമാക്കിയിരിക്കുകയാൽ നന്ദി. ഈ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹം അയക്കുകയാണ്. കർത്താവെ, അങ്ങ് ചെയ്തിരിക്കുകയാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.